അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 20 ബദാമാണ്. 20 ബദാം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ട് തൊലി കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു പാക്കറ്റ് പാല്, അതേപോലെ കുറച്ച് കുങ്കുമം, പിന്നെ പഞ്ചസാരയും 4 ഐറ്റം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളുമാണ്, നല്ല ഹെൽത്തിയാണ്. 8 മണിക്കൂർ കുതിർത്തിയെടുത്ത ബദാം ഏകദേശം കുതിർന്ന് വന്നതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നേരെ ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് പേസ്റ്റായി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം ബദാമും പാലും നല്ലോണം അരഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാക്കറ്റ് പാല് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാൻ വെച്ചിരുന്നു. അത് ഏകദേശം തിള വരാറായപ്പോഴാണ് ഞാൻ ബദാം അരച്ച കൂട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം, അടി പറ്റാതെ നോക്കണം. പിന്നെ അതിന് ശേഷം അതിലേക്ക് ഞാൻ 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വീട്ടിലുണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് കുങ്കുമമാണ്, 1-2 പിഞ്ച് കുങ്കുമം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. നല്ല കളർ കിട്ടാനും വേണ്ടിയിട്ട് 2-3 പിഞ്ച് ഇടാം. ഞാൻ മക്കൾക്ക് വല്ലാതെ ആ ടേസ്റ്റ് ഇഷ്ടമാകാത്തതുകൊണ്ട് ഒരു പിഞ്ചേ ചേർത്തിട്ടുള്ളൂ. ഞാൻ നല്ലോണം ഒന്ന് തിളച്ച് വരണം. കുങ്കുമത്തിൻ്റെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ പാലിൽ കിടന്ന് നല്ലോണം ഒന്ന് തിളക്കണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. പാല് തനിയെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കാം. നല്ലൊരു ടേസ്റ്റാണ്. കുങ്കുമത്തിൻ്റെ ഫ്ലേവറും ബദാമിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാം. അസ്സലാമു അലൈക്കും.